അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോണത് ഒരു വെറൈറ്റി നമ്പറിനെ കുറിച്ചാണ്. അതായത് 14, 28, 57. ഈ 14, 28, 57 എന്ന് പറയുമ്പോൾ ഈ ഒരു 6 നമ്പർ ഒരു സൈക്ലിക്കൽ നമ്പറാണ്. അതായത് 1 മുതൽ 6 വരെയുള്ള നമ്പറുകളെ കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ ഇതേ നമ്പർ തന്നെ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതായത് ഇതൊരു സൈക്ലിക്കൽ നമ്പറാണ്. കറങ്ങി കറങ്ങി അതേപോലെ വരും. ഞാൻ എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. 14, 28, 57. ഇതിനെ നമ്മൾ ഒന്നുകൊണ്ട് പിന്നെ ഗുണിച്ച് കഴിഞ്ഞാൽ എന്തായാലും അതേ നമ്പർ തന്നെയാണ് വരിക. എല്ലാ നമ്പർ അങ്ങനെ തന്നെയാണ്. നമുക്ക് രണ്ടെടുത്ത് നോക്കി നോക്കാം. രണ്ടുകൊണ്ട് ഗുണിച്ചപ്പോൾ കണ്ടില്ല, ഇതിലുള്ള ഇതേ നമ്പർ തന്നെ അത് റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും 3 എടുത്ത് നോക്കിയാലും ഇതേ നമ്പർ തന്നെ ഇവിടെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. 4 കൊണ്ട് നോക്കിയാലും അതേ നമ്പർ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. 5 കൊണ്ട് നോക്കിയാലും ഈ കാണുന്ന നമ്പർ തന്നെ ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. 6 കൊണ്ട് നോക്കിയാലും ഇതേ നമ്പർ തന്നെയാണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. 7 കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫുള്ള് 9 വരിക. ഓക്കെ, 14, 28, 57 ഗുണിക്കണം 7 കൊണ്ട് നോക്കിയാൽ പിന്നെ അവിടെ 9. അപ്പൊ 6 വരെ ഇതിന് നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ ഇതേ നമ്പർ തന്നെ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിപ്പോ നല്ലൊരു നമ്പറാണത്. ഓക്കെ, ഈ 14, 28, 57 എന്ന് പറയുമ്പോൾ അതൊരു നല്ല നമ്പറാണ്, സൈക്ലിക്കൽ നമ്പറാണ്. അപ്പൊ അതൊരു സത്യം തന്നെയാണ്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് കേരള ലോട്ടറിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഐഡിയയിൽ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയയിൽ നോക്കി നോക്ക്. ഈ ഒരു 6 നമ്പറിൽ കാണുന്ന ടിക്കറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു 6 നമ്പറിൽ ഒതുങ്ങിയിട്ടുള്ള ടിക്കറ്റുകൾ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞത് അല്ലേ, ഇപ്പോ 12, 78 ഒരു ഉദാഹരണം. 12, 78 ഈ 12, 78 എന്ന് പറഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള നമ്പർ തന്നെയാണ്. അതായത് 12, 78 ബാലൻസ് ഉള്ള നമ്പർ 45. അപ്പൊ നമുക്ക് ഇതിലെ ബാലൻസ് ഉള്ള ഈ 2 നമ്പർ എടുക്കാം. 45 ഇവിടെ അടിച്ചിട്ടുള്ള നമ്പർ എത്രയാ? 12, 78. അപ്പൊ നെക്സ്റ്റ് നമ്പർ നമുക്കിവിടെ 45, 12 അല്ലെങ്കിൽ 45, 78 നമുക്ക് നമ്മുടേതായ രീതിയിൽ അത് ഗസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും ഒരു ചാൻസ് നമ്പറുകൾ. അങ്ങനെ നോക്കി നോക്ക്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ളത് കാണിച്ചു തരാം. അതായത് ഇതല്ലേ 41, 58 ഇതിലുള്ള നമ്പർ 41, 5, 8. അപ്പൊ ഇവിടെ വരാത്ത നമ്പർ ഏതാ? 2ഉം 7ഉം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 27 എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ 72 ആക്കാം. ഓക്കെ, ഇത്ര. അതിനുശേഷം വന്നിട്ടുള്ള നമ്പർ എത്രയാ? 41, 58. അപ്പൊ ഇതിൽ 41ഉം 58ഉം നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടാൽ മതി. കണ്ടില്ലേ? 41ഉം അതുപോലെ 27, 58. അതുപോലെ ഇവിടെ 41ഉം 72, 58. ഇങ്ങനെ ഒരു ചാൻസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ നമ്മുടെ യുക്തിയാണ്. നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് നമുക്ക് ഏത് രീതിയിലും ഈ ഒരു 6 നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നിങ്ങളെ യുക്തിക്ക് അനുസരിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ കണ്ടുപിടിച്ചോ. അത് നമ്മളെ യുക്തിക്ക് അനുസരിച്ച് കണ്ടുപിടിച്ചാൽ നമുക്ക് ചാൻസ് നമ്പർ അങ്ങനെ കണ്ടെത്താൻ പറ്റും. അപ്പൊ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്ക്. പിന്നെ ഇതിൽ കാണുന്ന നമ്പറുകൾ നോക്കി കഴിഞ്ഞാൽ അതന്നെ ഉണ്ടാവുള്ളൂ മിക്കപ്പോഴും. നോക്കിയേ, ഇതൊക്കെ അതിൽ കാണുന്ന നമ്പറുകൾ